മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച പാഠപുസ്തകത്തിൽ നിന്നുള്ളതാണ്. മരണമില്ലാത്തൊരു കാലം, കാലനില്ലാത്ത കാലം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മരിക്കണോ അതോ മരിക്കാതിരിക്കണോ? എൻ്റെ ഒരു ചിന്ത, എന്നെക്കുറിച്ച് പ്രധാനമായിട്ടുള്ളൊരു ചിന്ത മരിക്കണമെന്നുള്ളതാണ്. ഒരു സമയമാകുമ്പോൾ മനുഷ്യൻ മരിക്കണം. അല്ല, മരിക്കാതെ അങ്ങോട്ട് ജീവിച്ചാലോ? മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച പാഠപുസ്തകത്തിൽ നിന്നുള്ളതാണ്. മരണമില്ലാത്തൊരു കാലം, കാലനില്ലാത്ത കാലം. ഒരപ്പൂപ്പനെ നാഴിയിലിട്ട് വെച്ചേക്കണം, ഒരു അപ്പൂപ്പനെ ചിരട്ടയിലിട്ട് വെച്ചിരിക്കണം. അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൂപ്പൻ പരമ്പരകൾ. അങ്ങനെ നമ്മളൊരു രസകരമായ ഒരു ഭാവനയിൽ പോയിട്ടുണ്ട്. ഇപ്പോഴതല്ല. ലോകത്ത് കൊണ്ടുപിടിച്ച പരീക്ഷണങ്ങൾ നടക്കുകയാണ് മരിക്കാതിരിക്കാൻ. മരിക്കാതിരുന്നാൽ മാത്രം പോരാ, പ്രായാധിക്യം കൊണ്ട് ഇങ്ങനെ ചുരുങ്ങി പോകാനും പാടില്ല. ആരോഗ്യമായിട്ടിരിക്കണം. എനിക്ക് പറയാനുള്ളത്, അയ്യോ വേണ്ടേ, ഒരു 70-75 വേണമെങ്കിൽ 80, ഇവിടൊന്നും പോകണ്ടെന്ന്. എന്ത് കാര്യത്തിനാ? ഉള്ള നേരത്തെ വീട്ടിൽ പോകണമെന്നാണ് എൻ്റെ ചിന്ത. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കണം. ഈ ശരീരത്തെ വലിച്ചുകൊണ്ട് അതിന് ഭക്ഷണവും കൊടുത്ത് ഇതിനെ കുളിപ്പിച്ച് ഇതിന് വസ്ത്രം ഉടുപ്പിച്ച് ആകെ കൂടെയുള്ള ദുരിതങ്ങളിലൂടെ ഇങ്ങനെ കൂടുതൽ കാലം പോകണമെന്നുള്ളതാണോ താല്പര്യമൊന്നും എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ ശ്രീമാൻ പുട്ടിൻ ചേട്ടൻ, അദ്ദേഹത്തിന് മരിക്കാൻ ഒട്ടും താല്പര്യമില്ല. മരിക്കാതിരിക്കാൻ എന്ത് വഴി എന്നുള്ളൊരാലോചനയിൽ കുറേ പരീക്ഷണങ്ങൾ ലോകത്തിങ്ങനെ നടന്നു വരുന്നത്. റഷ്യക്കാരതിൽ മുന്നിലാണ്. 2.15 ലക്ഷം കോടി, കാശിത്തിരി കൂടുതലാണ്. 2.15 ലക്ഷം കോടി മുടക്കി മരിക്കാതിരിക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കാനുള്ള പരീക്ഷണങ്ങളുടെ ഏതാണ്ട് വിജയത്തിലേക്ക് മൂപ്പിന്ന് എത്തുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ പന്നികളിൽ മനുഷ്യൻ്റെ അവയവങ്ങളൊക്കെ വളർത്തിയെടുത്തിട്ട് അത് മനുഷ്യരിലേക്ക് വെക്കുക, ഇപ്പോൾ ക്ലോൺ ചെയ്യുക, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ലോകത്ത് നടക്കുന്നതിൽ ഇപ്പോൾ റഷ്യക്കാർ അതിൽ വളരെ മുന്നിലെത്തിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ന്യൂ ഹെൽത്ത് പ്രിസർവേഷൻ ടെക്നോളജീസ് എന്നുള്ള പേരിലാണ് $26 ബില്യൺ മുടക്കിയിട്ടുള്ള ഗവേഷണങ്ങൾ പുടിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യരാശി പ്രായമായി മരിക്കരുത് എന്നുള്ളതിനേക്കാളും താൻ മരിക്കരുത് എന്ന താല്പര്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. വാൾ സ്ട്രീറ്റ് ജേണല് അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ ജീൻ തെറാപ്പി, 3D പ്രിൻറ്റിങ്, 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ കോവിഡിൻ്റെ ആദ്യ നാളുകളിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. മൊബൈൽ വേണോ? കമ്പനി പോകണ്ട, നിങ്ങൾക്കൊരു പ്രിൻ്റർ ഉണ്ടായാൽ മതി, അതിൽ പ്രിൻ്റ് ചെയ്തെടുക്കാം. വസ്ത്രം വേണോ? ഇടുകുടുക്കെ ചോറും കറി എന്ന് പറയുന്ന ആ നമ്മുടെ ബാല്യകാല സങ്കല്പത്തിലെ മാന്ത്രിക പെട്ടി പോലെ എന്തും ഉണ്ടാക്കി തരും, വീട് സഹിതം. ഇപ്പോൾ 3D പ്രിൻറ്റിങ്ങിൽ വീട് നമ്മുടെ നാട്ടിലൊക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. വിമാനം വേണോ? ഇതിനെക്കുറിച്ച് ഞാനങ്ങനെ പഠിച്ച് പരിപാടി ചെയ്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂരിൽ റൂട്ട്സിൻ്റെ കമ്പനിയുണ്ട്. വാഹനങ്ങളുടെ ഹോണ് ലോകത്ത് ആധിപത്യം സ്ഥാപിച്ച കമ്പനിയാണ്. BMW ആയാലും ബെൻസ് ആയാലും ലംബോർഗിനി ആയാലും അവിടെ നിന്ന് അവരുടെ ഹോണുകളാണ്. ഇപ്പോൾ അതിൻ്റെ ഉടമ രാമസ്വാമി, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം ഞാൻ വിളിച്ചു, അണ്ണോ ഇങ്ങനെ 3D പ്രിൻ്ററൊക്കെ ഇറങ്ങിയിട്ട് ഹോണൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കമ്പനിയുടെ ഭാവി എന്താകും? അപ്പോൾ ചിരിച്ചിട്ട് രാമസ്വാമി അണ്ണൻ പറഞ്ഞു, അത് നമ്മളുണ്ടാക്കുന്ന ക്വാളിറ്റിയിൽ വരുന്നില്ല.
അടുത്ത കാലത്തൊന്നും വരാനും പോകുന്നില്ല. അപ്പോൾ അവിടെ മാറ്റങ്ങൾ, ഇങ്ങനെ വലിയ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3D പ്രിൻറ്റിങ്ങിൽ മനുഷ്യൻ്റെ അവയവങ്ങൾ ഉണ്ടാക്കാനുള്ള പരീക്ഷണം നടക്കുന്നുണ്ട്. അതേപോലെ ജനിതക മാറ്റം വരുത്തി മനുഷ്യൻ്റെ അവയവങ്ങൾ പന്നികളിൽ വളർത്തിയെടുക്കുക, മനുഷ്യൻ്റെ അവയവങ്ങൾ പന്നികളിൽ വളർത്തിയെടുക്കുക. മനുഷ്യ ശരീരവും പന്നിയുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ് അലോപ്പതിക്കാർ പണ്ടേ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് തരുന്ന മരുന്നുകളൊക്കെ പന്നിയിൽ പരീക്ഷിച്ചിട്ടുണ്ട്, ഗിനി പിഗുകളിൽ പരീക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. അങ്ങനെ ആൻറ്റി ഏജിങ്ങിന് വളരെ ഗൗരവമായ നിരീക്ഷണങ്ങളൊക്കെ നടത്തി അവർ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. 2030 വളരെ വിജയകരമായി 3D പ്രിൻ്റ് ചെയ്തെടുക്കുന്ന മനുഷ്യൻ്റെ അവയവങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും, മനുഷ്യരിൽ പ്രവർത്തിച്ചു തുടങ്ങും. ന്യൂമറോളജിക്കൽ ഏജിൽ 1950 ജനിച്ച ഒരാൾക്ക് 2030 ജനിച്ച അവയവങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊരു മാറ്റമാണ് ലോകത്ത് വരാൻ പോകുന്നത്. അമ്പരപ്പോടെയും അത്ഭുതത്തോടെയും നമുക്ക് കാത്തിരിക്കാമെന്നുള്ളതല്ലാതെ എന്താ ചെയ്യാനുള്ളത്? ഇനി ഇത് റഷ്യയ്ക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും വളരെ രഹസ്യമായ കോശങ്ങളുടെ മരണത്തെ തടയാനുള്ള പദ്ധതികളുണ്ട്, ആൻറ്റി ഏജിങ് പദ്ധതികളുണ്ട്. എപ്പിജനറ്റിക് റീപ്രോഗ്രാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ പരീക്ഷണങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളറാണ് അവർ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ മലയാള മനോരമയും ഇതിനെക്കുറിച്ച് ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ രസകരമായി താല്പര്യപൂർവ്വം നമുക്ക് സംഭവിക്കാൻ പോകുന്നതിനെ നോക്കിയിരിക്കാം. നന്ദി, നമസ്കാരം.